5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. മാഷേ വന്നമ്മേ വാ, നമുക്കേ കുറച്ച് ക്ലാസ് എടുക്കാനുണ്ട്. വാ. എന്താ ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ? ഹെഡ് മാസ്റ്ററുടെ രാജകൽപ്പനയായിരുന്നോ? അതെടാ, അത് തന്നെ. എന്താ മാഷ ഇത്? നാട്ടുകാർക്ക് ക്ലാസ് എടുക്കുന്ന മാഷ് സ്ത്രീകൾക്ക് നേരെ കയ്യോങ്ങാൻ പാടില്ലെന്നറിയില്ലേ? പോലീസ് ലോക്കപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടോ നീ? അപ്പൊ അടുത്ത കേസ് കൂടി ആയിട്ടുണ്ടാവുമല്ലോ. മാഷേ, ഞാൻ ലോക്കപ്പിൽ കൊതുകടി കൊണ്ട് കിടക്കുമ്പോ SI വന്ന് എന്നെ സല്യൂട്ട് അടിച്ച് പറഞ്ഞു, അരവിന്ദ് സാറേ വീട്ടിലോട്ട് പോയിക്കോന്ന്. നിങ്ങൾ ആരും ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു കാര്യം എല്ലാവരും കേൾക്കാനായിട്ടങ്ങ് പറയാം. എന്റെ അമ്മയുടെ നേർക്ക് ഇനി ആരുടെങ്കിലും കൈ ഉയർന്നോ, ആ കൈ ആശുപത്രി കൊണ്ടുപോയി തുന്നി ചേർക്കേണ്ടി വരും. വെട്ടിക്കളയും ഞാൻ. പോടാ, നിന്റെ ഭീഷണിയൊക്കെ 1000 തറവാടിന്റെ പുറത്ത് മതി. നിനക്ക് നിന്റെ അമ്മയോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ വിളിച്ചോണ്ട് പോടാ എവിടെയെങ്കിലും. ഭ്രാന്തനെ പോലെ നിന്ന് വിളിക്കാതെ ഇറങ്ങി പോടാ. ഭ്രാന്ത് ആർക്കാണ് വരാൻ പോകുന്നതെന്ന് കുറച്ച് നേരത്തിനുള്ളിൽ അറിയാം. അളിയ ഇങ്ങ് വന്നേ, അവിടെ വിളിച്ചേക്കോണം. അളിയൻ പഴയതൊന്നും കഴിക്കുന്നില്ലല്ലേ? ആകെ ക്ഷീണിച്ചു പോയി. ഈ വീട് ഒരു കാലത്ത് നിങ്ങളുടെ പേരിലാണ്, ശരിയാ? എന്നാൽ ഇപ്പോ ഇതേ എന്റെ വീടാ. നിന്റെ വീടോ? ആര് പറഞ്ഞു നിന്റെ വീടാണെന്ന്? ഞാൻ പറഞ്ഞതല്ല, നിയമം പറയുന്നതാ. രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് എന്റെ പേരിലാക്കി തന്ന സ്വത്ത് എത്ര വേഗം മറന്നുപോയാ? അതോ മറന്ന പോലെ അഭിനയിക്കുവാണോ? നീയായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നോ അത് അടിച്ചിറക്കി വിടണോ ഞാൻ? പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിലേ ഭയഭക്തി ബഹുമാനത്തോടെ നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോ അരവിന്ദിന്റെ പേടിയല്ല അങ്ങ് പോയി. ഞാൻ ജീവിച്ചത് അങ്ങനെയാ. ഇത്രയും നാളെ ഞാൻ എവിടെയായിരുന്നു, എങ്ങനെ ജീവിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മാഷെ നിങ്ങള്? എല്ലാവരെയും പോലെ വേദനയും വിഷമവും ഉള്ളവനാ ഞാനും. ഇപ്പൊ ഞാൻ വിചാരിച്ച 1 2 3 4 5 6 7
എല്ലാത്തിനും ഇവിടെ ഇറക്കി വിടും ഞാൻ. വല്ല പീഡികത്തിനെ പോയി കിടക്കേണ്ടി വരും. അതൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ തല താഴ്ത്തി മിണ്ടാതെ ഒരു മൂലക്ക ഇരുന്ന് വല്ലതൊക്കെ കഴിച്ചങ്ങ് ജീവിച്ചോണം. അല്ലളിയാ എന്റെ നേർക്കായോ? പിന്നെ പഴയതുപോലെ വീട്ടിലെ ഹെഡ് മാസ്റ്റർ ആവാൻ ശ്രമിച്ച ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നടക്കും. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ശരി. എന്റെ കാശും പ്രമാണം കട്ടോണ്ട് പോയപ്പോ തന്നെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ, എന്റെ ഒരു സ്വത്തും നിനക്ക് അനുഭവിക്കാൻ പറ്റില്ല. നിയമത്തെ വെല്ലുവിളിച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നൊന്നും കാണാലോ. കാണാം.